ദൈവം വെറുക്കുന്ന രണ്ടാമത്തെ പാപം. ഒന്നാമത്തെ പാപം ഗർവ് കലർന്ന കണ്ണാണ്. മറന്നു പോരുത്. ഒന്നാമത്തെ പാപം ഗർവ് കലർന്ന കണ്ണ്. ബ്രാക്കറ്റിൽ അഹങ്കാരം എന്ന് എഴുതിയിടാം. ഒന്ന് ഗർവ് കലർന്ന കണ്ണ്. രണ്ടാമത്തേത് അച്ഛൻ പറയാൻ പോവാണ്. രണ്ടാമത്തെ പാപം എന്താ എന്ന് പറഞ്ഞാൽ വ്യാജം പറയുന്ന നാവ്. ദൈവം വെറുക്കുന്ന രണ്ടാമത്തെ പാപമാണ് വ്യാജം പറയുന്ന നാവ്. വ്യാജം പറയുന്ന നാവ്. പിന്നെ ഈ 7 പാപങ്ങളിൽ ഒരു പാപവും കൂടി അച്ഛൻ ചേർത്ത് പറയും. കാരണം അത് റിപ്പീറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചോ. വ്യാജം പറയുന്ന നാവെന്ന് എഴുതണം. പിന്നെ പ്ലസ് ഒന്നും കൂടി എഴുതണം, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. അതും കൂടി എഴുതണം. വ്യാജം പറയുന്ന നാവ്, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. വ്യാജം പറയുന്ന നാവ്, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. വ്യാജം പറയുന്ന നാവ്, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. ഇത് രണ്ടും ഈ നുണയുമായി, നാവിൻ്റെ ദുരുപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാപമാണ്. വ്യാജമെന്ന് പറയുന്നത് നുണയാണ്, അസത്യമെന്ന് പറയുന്നത് നുണയാണ്. ഇനി അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കണേ. എന്താണ് നുണ? പ്രഭിനെ, എന്താണ് നുണ? നല്ല ഒച്ചയുള്ള ആളാ. പ്രഭിനെ പറയും, എന്താ നുണ? വെറുതെ പറഞ്ഞോ മോൻ. ഉണ്ടോ? വെരി ഗുഡ്. വലിയ ജ്ഞാനം ഉണ്ടോ അവന്? വെരി ഗുഡ്. എനിക്ക് സന്തോഷമായി. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. എഴുതി വെച്ചോ. എന്താണ് നുണയെന്ന് എഴുതണം. എന്നിട്ട് അടിയിൽ പറയാൻ പോവാണ്, സത്യത്തെ നിഷേധിക്കുന്നതാണ് നുണ. തിയോളജിക്കൽ ആൻസറാണ് നീ പറഞ്ഞത്. നിസ്സാര ഉത്തരവല്ല, തിയോളജിക്കലാണ്. വലിയ ജ്ഞാനമാണ് ദൈവം നിനക്ക് തന്നത് കേട്ടോ. സത്യത്തെ നിഷേധിക്കുന്നതാണ് നുണ. എന്താണ് നുണയെന്ന് എഴുതാണ്ട് താഴത്ത് സത്യത്തെ നിഷേധിക്കുന്നതാണ് നുണ. എഴുതിയോ? സത്യത്തെ നിഷേധിക്കുന്നതാണ് നുണ. നോക്കിയേ, അച്ഛന് 2 കൈയുണ്ട് അല്ലേ? എത്ര കൈയുണ്ട്? 2 കൈയുണ്ട്. ഇപ്പോൾ അന്ന പറയാണ് അച്ഛന് 2 കൈയില്ല, 1 കൈ ഉള്ളെന്ന് പറഞ്ഞാൽ അതെന്തായി? നുണയാണ്. 2 കൈ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പം അന്ന പറയാണ് ഇത് 2 കൈയൊന്നുമില്ല, 1 കൈയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് നുണയായിട്ട് മാറും. സത്യത്തെ നിഷേധിക്കുന്നതാണ് നുണ. ഇനി അടുത്ത ഹെഡിങ് എഴുത്. എന്താണ് സത്യം? യോഹന്നാൻ 14:6. യോഹന്നാൻ 14:6. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരായ കത്തോലിക്കരായ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് സത്യം? ഈശോയാണ് സത്യം. എന്താണ് നുണ? അച്ഛൻ്റെ കൂടെ നിന്നാലേ പറ്റുള്ളൂ. ഉറക്കം തൂങ്ങി നിന്നാൽ ഒന്നും പറ്റൂല. ശ്രദ്ധിക്ക്. പിശാച് ഇപ്പം നിങ്ങളുടെ തല മൂടിക്കളയും. ശ്രദ്ധിക്ക്, ലോജിക്കലായിട്ട് ചിന്തിക്കണം. എന്താണ് നുണ? സത്യത്തെ നിഷേധിക്കുന്നതാണ് നുണ. എന്താണ് സത്യം? ഒറ്റ വാക്ക്, ഈശോ. അപ്പോൾ നമുക്ക് നുണയ്ക്ക് ഇങ്ങനെയും പറയാൻ പറ്റും, എൻ്റെ ഈശോയെ നിഷേധിക്കുന്നത് എന്താണോ അതാണ് നുണ. യോഹന്നാൻ വചനം പറഞ്ഞല്ലോ 14:6. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന സത്യം തന്നെയായ ദൈവത്തെ നിഷേധിക്കുന്നതാണ് നുണ. സത്യം തന്നെയായ ദൈവത്തെ നിഷേധിക്കുന്നതാണ് നുണ. അപ്പം ഞാൻ എപ്പോഴൊക്കെയാണ് എന്നാ നുണ പറയുന്നത്? അപ്പം ഞാൻ ആരെയാണ് നിഷേധിക്കുന്നത്? സത്യം തന്നെയായ ദൈവത്തെയാണ് ഉണ്ണിമോളെ ഞാൻ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യോഹന്നാൻ 8:44 പറയുമല്ലോ, പിശാച് നുണയനും നുണയൻ്റെ പിതാവുമാണ്. ഈ നുണ പറയുന്നത് ചെറിയൊരു പാപമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഈ പിശാച് നുണയനാണ്. ആദ്യം മുതലേ അവൻ നുണയനാണ്. നമ്മളെപ്പോഴാണോ നുണ പറയുന്നത് അപ്പോൾ നമ്മൾ പിശാചിന് കൈ കൊടുക്കുവാണെന്ന് മനസ്സിലാക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഹെഡിങ് എഴുതുക, സാത്താൻ പറയുന്ന നുണകൾ. ഇപ്പം നുണയെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ്. സാത്താൻ പറയുന്ന നുണകൾ. ഒന്നാമത്തെ നുണ, ഞാനില്ല. ബ്രാക്കറ്റിൽ ഐ ഡോണ്ട് എക്സിസ്റ്റ്. സാത്താൻ പറയുന്ന
ഒന്നാമത്തെ നുണയാണ് ഞാനില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ സാത്താനുണ്ടെന്ന്? വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? ഉള്ളവരെന്ന് മാത്രം ഒന്ന് കൈവീശ്. അതായത് കൈ താഴ്ത്തിക്കോ. ചിലപ്പോൾ ഈ യുവജനങ്ങളുടെ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അച്ഛൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് യുവജനങ്ങളോട്, പിശാചുണ്ടോ? അതൊക്കെ അച്ഛൻ ഓരോ തോന്നലാണ്, ഇൻഫാക്ച്വേഷനാണ്, അതാണ് ഇതാണ്. അവർ നിഷേധിക്കും. സാത്താനില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയില്ല. അതായത് കണ്ടോ, സാത്താനില്ല എന്നുള്ളൊരു ചിന്ത മൂലമാണ് ഒരുപാട് ആത്മാക്കൾ, അല്ല ഏറ്റവും കൂടുതൽ ആത്മാക്കൾ നരകത്തീയിൽ പോയി തള്ളി വീഴുന്നത് ഈ സാത്താനില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇപ്പം ഞാൻ പറയാണ് സാത്താനില്ല എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഐ ആം ആക്ടിങ് അഗെയിൻസ്റ്റ് ദ വെരി ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എപ്പോഴാണോ സാത്താൻ ഈ ഭൂമിയിലില്ല, തിന്മ ഈ ഭൂമിയിലില്ല, പിശാച് ഈ ഭൂമിയിലില്ലെന്ന് ഞാൻ പറയുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല, ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ത് ഇല്ല എന്ന്, സാത്താനില്ല എന്ന്. സാത്താനില്ല എന്ന് ഇപ്പം അമ്മണിയമ്മ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മണിയമ്മ കർത്താവിൻ്റെ പഠനങ്ങൾക്ക് എതിരെ പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ വായിച്ച, യാത്ര ചെയ്ത പിശാചിനെ ഇതിനകത്ത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ബൈബിളിൽ ആദ്യം എവിടെ പിശാചിനെ കാണാൻ പറ്റുക? ഉൽപ്പത്തിയിൽ ഹവ്വായുടെ അടുത്ത് പിശാച് ആരുടെ രൂപത്തിലാണ് വരുന്നത്? പാമ്പിൻ്റെ രൂപത്തിൽ വരികയാണ്. പിന്നെ വെളിപാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മിഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനെതിരെ പടവെട്ടി അവനെ പരാജയപ്പെടുത്തി. അത് സാത്താനില്ല എന്ന്, പിശാചില്ല എന്ന് നമുക്കൊരിക്കലും പറയാനോ പങ്കുവയ്ക്കാനോ പഠിപ്പിക്കാനോ ഉള്ള റൈറ്റ് ക്രിസ്ത്യാനികളായ നമുക്കാർക്കും ഇല്ല. ഇനി ഞാൻ പറയട്ടെ, എന്നെ ശ്രദ്ധിക്കേ, ഈ ഭൂമിയിൽ ആര് പറഞ്ഞാലും, ഈ ഭൂമിയിൽ എല്ലാ കോടിക്കണക്കിന് ആളുകൾ എല്ലാവരും പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരൂല പിശാചില്ലെന്ന്. എന്നെ കൊന്നാലും ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരൂല പിശാചില്ലെന്ന്, ഒരിക്കലും സമ്മതിച്ചു തരില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എനിക്ക് 100% ഉറപ്പാണ് പിശാചുണ്ടെന്ന്. കാരണം ബാധ ഒഴിപ്പിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ കാണുന്നതാണ്, അവൻ അലറുന്നതും അവൻ സംസാരിക്കുന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് ആര് പറഞ്ഞാലും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് സാത്താനുണ്ടെന്ന്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ, മർക്കോസ് 5-ാം അധ്യായത്തിൽ, മർക്കോസ് 9-ാം അധ്യായത്തിൽ, ലൂക്ക 11-ാം അധ്യായത്തിൽ ഈ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചോ, വെറുതെ എഴുതി വെച്ചോ. മർക്കോസ് 1 വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. സിനഗോഗിൽ ഈശോ പഠിപ്പിക്കുന്ന സമയത്ത് പിശാച് ബാധിതന് എഴുന്നേറ്റ് നിൽക്കുന്നത് 1 മർക്കോസ് 1. മർക്കോസ് 5 ഗരസേനരുടെ നാട്ടിൽ ഈശോ ശവകുടീരങ്ങൾക്കിടയിൽ കിടക്കുന്നൊരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത്. 3 മർക്കോസ് 9-ാം അധ്യായത്തിൽ ഈശോ ഒരു പയ്യൻ്റെ മേലുള്ള പൈശാചിക അരൂപിയെ ശിഷ്യന്മാർക്ക് ഒഴിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈശോ ഒഴിപ്പിക്കുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറയാണ്, പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ലാതെ ഇവ പുറത്തു പോകത്തില്ലെന്ന് എഴുതി വെച്ചോ. മാർക്കോസ് 1, മാർക്കോസ് 5, മാർക്കോസ് 9, ലൂക്ക 11. ഊമനായ പിശാചിനെ ബഹിഷ്കരിക്കുന്നു. ഒരു മനുഷ്യൻ ഊമനായിപ്പോയി. അപ്പോൾ ഈശോ അവനെ, ആ ശരീരത്തിലുള്ള പിശാചിനെ മോചിപ്പിച്ച് കഴിയുമ്പോൾ അവൻ സംസാരിക്കുന്നു. പിന്നെ മത്തായി 17, 14 മുതൽ 19 വരെ, മത്തായി 17, 14 മുതൽ 19 വരെ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു. എഴുതി വെച്ചോ. അപസ്മാര രോഗി, അത് പൈശാചിക ബാധ മൂലം അപസ്മാര രോഗങ്ങൾ കടന്നു വരാമെന്നാണ് പറയുക. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച അച്ഛനൊരു ഫാമിലി വിളിച്ചിരുന്നു. ചെറിയ കുട്ടി, ചെറിയൊരു പയ്യനാണ്. അവന് ഒരു ദിവസം 5-6 പ്രാവശ്യമൊക്കെ അപസ്മാരം വന്ന് താഴെ വീഴും. അപസ്മാരം വന്ന് താഴെ വീഴും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ന്യൂറോ സർജനെ കാണിച്ചു, പല സർജന്മാരെയും കാണിച്ചിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് രോഗമൊന്നുമില്ല കൊച്ചിന്. അവൻ പറയുന്നത്, അവൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് പറയുന്നത് എങ്ങനെയാണ്, സായാഹ്നത്തിൽ ഒരു കസേരയിൽ വന്നിരുന്ന് ഒരു ഇരുണ്ട രൂപം കണ്ടുവെന്ന്. കസേരയിൽ ഒരു ഇരുണ്ട രൂപം കണ്ടുവെന്നും ആ രൂപം അവനെ വിളിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. പിന്നെ ആ നിമിഷം മുതൽ കൊച്ചിന് ഷോക്കായി കഴിഞ്ഞപ്പോൾ അവൻ ഇപ്പോൾ ആകപ്പാടെ ഡിപ്രസ്ഡാണ്, നിരാശപ്പെട്ട് നിൽക്കുകയാണ്. ആശുപത്രികളിൽ ഇപ്പോൾ മലപ്പുറത്ത് പലയിടത്തും കാണിച്ചു, പിന്നെ കോഴിക്കോട് മിംസിലേക്ക് കൊണ്ടുപോയി, മുന്തിയ ഹോസ്പിറ്റലിലും വലിയ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ടും
രോഗം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടാവും, എത്ര രോഗം ചികിത്സിച്ചാലും മാറാത്ത, കണ്ടുപിടിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ടാവും. പിശാച് രോഗങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതും വിചാരിച്ച് എല്ലാ രോഗവും പിശാച് കൊണ്ടുവന്നാണെന്ന് വിചാരിക്കരുത് കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഇരുകരങ്ങളും ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:1 എഴുതി വയ്ക്കുക. മത്തായി 10:1 നമുക്ക് വായിക്കാം. മത്തായി 10:1. മത്തായി 10:1 ഇങ്ങനെയാണ്: അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളെയും വ്യാധികളെയും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഒന്നേറ്റ് പറഞ്ഞേ, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഉണ്ടോ? ശിഷ്യന്മാരെ അയക്കുമ്പോൾ ആദ്യം ശിഷ്യന്മാരോട് പറയുന്ന കാര്യം എന്താ? അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കണമെന്നാണ്. മനസ്സിലായി? പിന്നീടാണ് രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത്. ആദ്യം അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കണം. അതാണ് സാത്താൻ ഈ ഭൂമിയിലുണ്ട്, 100% ഉണ്ട്. അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ പറയുന്ന ഏറ്റവും വലിയ നുണയാണ് ഞാനില്ല എന്നുള്ളത്. എന്താണ് സാത്താൻ്റെ ഒന്നാമത്തെ നുണ? എന്തായിരുന്നു? അവനില്ല. പരസ്പരം പറഞ്ഞേ, സാത്താൻ്റെ ഏറ്റവും വലിയ നുണ എന്താന്ന് പറഞ്ഞേ? അവനില്ല എന്നുള്ളതാണ്. അച്ഛൻ പറയാണ് സാത്താനുണ്ട്. ഉണ്ട് 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 ഉണ്ട്. ഈ ഭൂമിയിൽ അവനുണ്ട്, അവൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ 2ാം വരവ് വരെ അവൻ ഈ ഭൂമിയിൽ നിന്ന് അവന് വേണ്ട ആത്മാക്കളെയൊക്കെ പാപത്തിലൂടെ നശിപ്പിച്ച് അവൻ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. 1972 നവംബർ 15 പോൾ 6 പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാത്താനെക്കുറിച്ച്: പിശാചുക്കളെക്കുറിച്ചും വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹങ്ങളിലും സംഭവങ്ങളിലും അവയ്ക്ക് ചെലുത്താനാകുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനം കത്തോലിക്ക പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ്. അതായത് സാത്താൻ്റെ അസ്തിത്വത്തെ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ എന്താണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്, സാത്താനില്ല എന്ന് പറയുന്നവരിൽ പിശാചുണ്ടെന്നാണ് പറയുക. മനസ്സിലായി? ആരെങ്കിലും പറയാണ് സാത്താനില്ല എന്ന് പറഞ്ഞാൽ അവനിൽ പിശാചുണ്ടെന്നാണ് പറയുക. അതാ പിശാചാണ് അവനിലൂടെ അത് പറയിപ്പിക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:19 എഴുതി വെച്ചോ. 1 യോഹന്നാൻ 5:19. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ വലയത്തിലാണ്. 1 യോഹന്നാൻ 5:19. ലോകം മുഴുവനും ദുഷ്ടൻ്റെ വലയത്തിലാണ്. പഠിച്ചോ? വചനം ഏതാ? 1 യോഹന്നാൻ. എല്ലാവരും പറഞ്ഞേ 1 യോഹന്നാൻ. എന്താ വചനത്തിന് വാക്യം പറഞ്ഞേ? ലോകം മുഴുവനും. എല്ലാവരും എഴുന്നേറ്റ്. വചനം ഏതായിരുന്നു? 1 യോഹന്നാൻ. ഈ വശം മാത്രം പറഞ്ഞേ. വചനം ഏതായിരുന്നു? ഈ വശം പറഞ്ഞേ. വാക്യം പറഞ്ഞേ. പരസ്പരം പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കെ. ഇനി പിശാച് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? സ്വർഗത്തിൽ സുഖമായിട്ട് കർത്താവിന് ഇരുന്നാൽ മതിയായിരുന്നു. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. എഴുതിക്കോ. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8. അച്ഛനെ നോക്കിക്കോ. 1:8 പറഞ്ഞേ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പരസ്പരം പറയും. കണ്ണിൽ നോക്കി പറയും. വളരെ കൃത്യമാണ്. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. പാപം ചെയ്യുന്നവൻ എവിടെ നിന്നുള്ളവനാ? പിശാചിൽ നിന്നുള്ളവനാണ്. ഏറ്റു പറയാം. എന്തെന്നാൽ, ഒച്ച പറഞ്ഞ, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കണ്ണടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ.
വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഒന്നും കൂടി പറഞ്ഞ് നല്ല അഭിഷേകത്തോടെ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ ആദ്യം ആക്രമിക്കുന്നത് കുടുംബങ്ങളെയാണ്. ഓർത്ത് വെച്ചോ, ആദ്യം പിശാചിൻ്റെ ആദ്യത്തെ ഇര അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒന്ന് അടിത്തറയിടാൻ, അടിവരയിട്ട് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. സാത്താൻ്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് കുടുംബമാണ്. ദൈവം ആദ്യം സ്ഥാപിച്ചത് കുടുംബത്തെയാണ്. ആദത്തിലൂടെയും ഹവ്വായിലൂടെയും ഒരു കുടുംബത്തെ ദൈവം സ്ഥാപിച്ചു. ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് സാത്താൻ സദാ ജാഗരൂകനാണ്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തെ തകർക്കുക എന്ന് പറയുന്നത് സാത്താൻ്റെ മാനിഫെസ്റ്റോയിലെ ഫസ്റ്റ് പോയിൻ്റാണ്. ഇന്ന കുടുംബത്തെ തകർക്കണം, ഇന്ന കുടുംബത്തെ തകർക്കണം, ഇന്ന കുടുംബത്തെ തകർക്കണം, കുടുംബത്തിൻ്റെ സമാധാനം കളയണം. ഒരു അരൂപിയുണ്ട്, കലഹത്തിൻ്റെ അരൂപി. എഴുതി വെച്ചോ, കലഹത്തിൻ്റെ അരൂപി എന്ന് എഴുതി വെക്ക്. അതൊരു സ്പിരിറ്റാണ്. കലഹത്തിൻ്റെ അരൂപി എന്ന് പറഞ്ഞ ഒരു സ്പിരിറ്റാണ്. പ്രത്യേകിച്ച് ഒരു കാര്യവും വേണ്ട. ചില അമ്മച്ചിമാരൊക്കെ അപ്പച്ചന്മാരും പറഞ്ഞിട്ടുണ്ടാവും, ഒരു കാര്യവും വേണ്ട, വീട്ടിലോട്ട് കയറി ചെന്ന് അവളും തുടങ്ങും, അല്ലെങ്കിൽ കെട്ടിയാനും തുടങ്ങും, ഭാര്യയും തുടങ്ങും. പ്രത്യേകിച്ച് ഒരു കാര്യവും വേണ്ട, എപ്പോൾ വാ തുറന്നാലും അടിയായിരിക്കും. അങ്ങനെയൊക്കെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചിലർ വന്ന് പറയാറുണ്ട്, അച്ഛാ പുറത്ത് നിന്ന ഒരു കുഴപ്പമില്ല, വീട്ടിൽ കയറി സമാധാനം തുടങ്ങും. എന്താണെന്നറിയോ? അത് പിശാചാണത്. ഒരു കലഹത്തിൻ്റെ അരൂപിയുണ്ട്. ഒരു അരൂപി ആ വീട്ടിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യവും വേണ്ട, ഒരു കാരണവും വേണ്ട, വെറുതെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പോൾ ഭർത്താവ് കയറി വരും, ഒന്നും രണ്ടും പറഞ്ഞ് മാന്തം ചിക്കും ഇടിയൊക്കെ തുടങ്ങും. കലഹത്തിൻ്റെ അരൂപി ഉണ്ട് ആ വീട്ടിൽ. മനസ്സിലാക്കിക്കോ, കലഹത്തിൻ്റെ അരൂപി ആ വീട്ടിലുള്ളത് കൊണ്ടാണ് കുടുംബത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതിരിക്കുന്നത്. പിന്നെ സ്വാർത്ഥത, കുടുംബത്തിൽ പിശാചിന് വേണ്ട. ഇതൊക്കെ അരൂപികളാട്ടോ, സ്പിരിറ്റുകളാണ്. അച്ഛൻ വെറുതെ പറയുന്നതല്ല. ഒന്ന് കലഹത്തിൻ്റെ അരൂപി, രണ്ട് സ്വാർത്ഥത. ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ പറഞ്ഞത് മാത്രമേ വീട്ടിൽ നടക്കാൻ പാടുള്ളൂ. ഭാര്യ പറയും, എടോ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, താൻ പറയുന്നതൊക്കെ തെറ്റാണ്. ഭർത്താവ് പറയും, ഞാനാണ് ഇവിടുത്തെ തല, ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ, ഞാനാണ് പൈസ സമ്പാദിക്കുന്നത്, ഞാനാണ് ഈ വീട് പണിതത്, ഞാനാണ് മക്കളെ വളർത്തുന്നത്, ഞാനാണ് നിങ്ങളെ തീറ്റിപ്പോറ്റുന്നത്, ഞാൻ പറയുന്നതാണ് ശരി. സ്വാർത്ഥത, അതൊരു അരൂപിയാണത്, തലയിൽ കയറുന്നൊരു അരൂപിയാണത്. അങ്ങനെയുള്ള സ്വാർത്ഥതയുടെ അരൂപികളൊക്കെ കുടുംബത്തിലുണ്ടാവും. അത് കറക്റ്റ് ആളുകൾ നോക്കി വയ്ക്കും, ഉന്നം വയ്ക്കും. എന്നിട്ട് അയാളെ അമ്മണിയമ്മയാണ് ഇപ്പോൾ നല്ല ആളെങ്കിൽ അങ്ങോട്ട് തന്നെ വരുള്ളൂ. ചിലപ്പോൾ അമ്മമാരായിരിക്കാം, ചിലപ്പോൾ അപ്പന്മാരായിരിക്കാം. ഈ പ്രത്യേകിച്ച് ഈ ത്യാഗത്തിൻ്റെ കണക്ക് പറയുന്നവരൊക്കെ ഉണ്ട്. ഈ ഭ്രാന്ത് പിടിക്കും ചില സമയത്ത്. ത്യാഗത്തിൻ്റെ കണക്ക്, ഞാൻ ചോര നീരാക്കിയാണ് ഈ വീട് പണിതത്, ഞാൻ ചോര നീരാക്കിയാണ്, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് നിങ്ങളെ വളർത്തിയത്, ഞാൻ ചോര നീരാക്കിയാണ് നിന്നെ നോക്കിയത്. ഹലോ, ഇതൊക്കെ കടമയാണ്, കണക്ക് പറയേണ്ട കാര്യമൊന്നുമല്ല. മനസ്സിലായോ? മക്കളെ വളർത്തിയതിൻ്റെ കണക്ക് പറയണ്ട. അപ്പനും അമ്മയ്ക്കും ഡ്രസ്സ് മേടിച്ചു കൊടുത്തതോ അവരെ രോഗശയ്യയിൽ സൂക്ഷിക്കുന്നതിന് കണക്ക് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമയാണ്. സ്വാർത്ഥത തലേ കയറരുത്. ഞാനാണ് 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 ഞാനാണെന്നുള്ള ചിന്ത വരരുത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ അരൂപി ആരാ? എന്നെ നോക്കിയോ, കലഹം കേട്ടോ. രണ്ടാമത്തെ അരൂപി ആരാ? സ്വാർത്ഥത. കലഹവും വേണ്ട, സ്വാർത്ഥതയും വേണ്ട. നമ്മൾ കുടുംബത്തിൽ ഏറ്റവും വിനീതനായിട്ടിരിക്കുക, നന്ദി പറയുക. നിനക്ക് അധ്വാനിക്കാൻ കൃപ തന്നത് കർത്താവാണ്, നിനക്ക് ജോലി തന്നത് കർത്താവാണ്, നിനക്ക് മക്കളെ തന്നത് കർത്താവാണ്, സമ്പത്ത് തന്നത് കർത്താവാണ്. അപ്പം അതുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ
ഏറ്റവും താഴ്മയോടുകൂടി ഇരിക്കുക. ചില വ്യക്തികളൊക്കെ ഉണ്ട്, അതായത് ഭർത്താവിനൊരു സ്വാതന്ത്ര്യം കൊടുക്കൂല, ഭാര്യയ്ക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കൂല, സ്വാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ വീട്ടിൽ പൂട്ടിയിട്ടേക്കാം. മനസ്സിലായോ? വീട്ടിൽ പൂട്ടിയിട്ടേക്കാണ് ഇയാൾ. വീട്ടിൽ ഒരു എന്താ പറയുക, അതായത് മധ്യവയസ്സൊക്കെ കഴിഞ്ഞു, പറയാ അച്ഛാ വീട്ടിൽ പൂട്ടിയിട്ടേക്കാം. അപ്പോൾ അദ്ദേഹം രാവിലെ ജോലിക്ക് പോവും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത് നീ, വാണിംഗ് കൊടുത്തേക്കാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത് നീ, നല്ല പ്രായമൊക്കെ കഴിഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുട്ടയിലെ തല്ലി ഒടിക്കുന്നു. സ്വാർത്ഥത. മനസ്സിലായോ? പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന മറ്റൊരു രീതിയാണ് സംശയരോഗം. അത് വന്നാൽ ജീവിതം കോഞ്ഞാട്ടേ, തീർന്നു. പിന്നെ വേറെ ഒരു രക്ഷയില്ല. പിന്നെ ചിലരൊക്കെ പറയും, അച്ഛാ അവൾക്ക് സംശയരോഗമാണ്, എനിക്ക് ഒന്നും ആരും നോക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കുമ്പോൾ നേരെ പോയിക്കൊള്ളണം, പള്ളിയിൽ കയറിയാൽ നേരെ നോക്കിക്കൊള്ളണം, കല്യാണത്തിന് പോയാൽ നേരെ അവളെ മാത്രം നോക്കാൻ പാടില്ല, വേറെ ആരെയും നോക്കാൻ പാടില്ല. സംശയരോഗം അരൂപിയാണിത്. വന്നാൽ ഞാൻ പറയാണ്, സബ് സ്റ്റാൻഡേർഡായിട്ടുള്ള വാക്കാണ്, കോഞ്ഞാട്ടേ ജീവിതം, തീർന്നു. പുരുഷന്മാരൊക്കെ പറയും, സ്ത്രീകളും പറയും, അച്ഛാ അയാൾക്ക് ഭയങ്കര രാവിലെ പള്ളിയിൽ പോയാൽ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തിക്കോണം, അല്ലെങ്കിൽ വീട്ടിൽ എത്തിയില്ലെങ്കിൽ പറയും, എടി നീ എവിടെ കറങ്ങി നടക്കാടി, നിൻ്റെ കാമുകൻ്റെ അടുത്ത് നീ പോയാണടി. അങ്ങനെ പറയുന്ന വളരെ വൃത്തികെട്ട ഭർത്താക്കന്മാരുണ്ട്, സംശയരോഗികൾ. ഇതാ രൂപിയാണത്. അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കൂടി നരകതുല്യമായ ജീവിതമാണത്. പ്രഷർ കുക്കറിലിട്ട ജീവിതമാണത്. ഇങ്ങനെ എന്താണ് കുക്കറിൻ്റെ ഉള്ളിൽ കപ്പലിൻ്റെ എന്താണ് പട്ടാണിയും എന്താണ് കടലയൊക്കെ വേവിക്കണ പോലെ ഇട്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കും. നരകത്തിൽ പോകുന്നതിന് മുമ്പുള്ള ട്രെയിനിങ്ങാണ്. ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും. എന്ത് ജീവിതം അത്! വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ കോപത്തിൻ്റെ രൂപിയുണ്ട്, സ്പിരിറ്റ്. ഒരു രൂപിയാണത്. ഒന്ന് കലഹത്തിൻ്റെ അരൂപി, സ്വാർത്ഥതയുടെ അരൂപി, സംശയത്തിൻ്റെ അരൂപി, കോപം. പമ്മണിയമ്മക്ക് കോപം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിശാച് ഞാൻ വരും, കൊമ്പൊക്കെ വെച്ച് വരും. അവൾ ചെയ്യണണ്ടില്ലേ, അവൾ പറഞ്ഞണ്ടില്ലേ, അത് ശരിയല്ല, നീ കോപിക്ക് എന്നൊരു മാന്തിക്കൊണ്ടിരിക്കും. കര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ കയറിയ അപ്പം തന്നെ വാ എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഒച്ചപ്പാട് എടുത്തുകൊണ്ടിരിക്കും. കോപത്തിൻ്റെ രൂപി. ചില പെണ്ണുങ്ങളുണ്ട്, കെട്ടിയമാർക്ക് ഒരിക്കലും ഒരു സൗകര്യം കൊടുക്കില്ല. ജോലിയും കഴിഞ്ഞ് പാവം തളർന്ന് വാടി പുഷ്പത്തെ പോലെ ഇങ്ങനെ വന്നേക്കായിരിക്കും. വീട്ടിൽ വരുമ്പോൾ കര എന്ന് പറഞ്ഞിട്ട് അതിനൊരു സൗകര്യം കൊടുക്കില്ല. ഒന്നിക്ക് അധ്വാനിച്ച് തളർന്നേക്കാണ്. പിന്നെ ഇതിൻ്റെ മുകളിലും കൂടി കരകരയും കൂടി വരുമ്പോൾ ജീവിതം മടുക്കും കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ അഹങ്കാരം, അതൊരു അരൂപിയാണ്. അഹങ്കാരത്തിൻ്റെ അരൂപിയാണ്. അഹങ്കാരത്തിൻ്റെ അരൂപി. ചെറുതാകാൻ പറ്റില്ല, ചെറുതാകാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം ഇവർക്ക് എനിക്ക് ചെറുപ്പക്കാരെ പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഈ പ്രായമായവരെ നമുക്ക് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞും മനസ്സിലാക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ഈ ചെടിയാണെങ്കിൽ നമുക്ക് പിഴുത് കളയാം, മരം ആയി കഴിഞ്ഞാൽ പിഴുത് കളയാൻ പറ്റുമോ? JCB കൊണ്ടുതന്നെ. അതായത് മനുഷ്യർക്ക് പറ്റില്ല, ദൈവം ഇടപെടണം. മൂത്ത് പഴകിയ രണ്ടുപേരെ എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ പൊന്നെ കർത്താവേ, ഞാൻ തളർന്നു വീണു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി അതായത് ശ്രദ്ധിച്ചൊരു കാര്യം എന്തെന്നറിയോ, ഇവർ ഫാമിലിയായിട്ട് വന്നേക്കാണ്. ഈ തന്തപ്പടി മാത്രമേ സംസാരിക്കണുള്ളൂ, ബാക്കി എല്ലാവരും പേടിച്ച് പിറക്കാണ്. ഗുണ്ട, അയാൾ ഗുണ്ടയാണ്. കുടുംബങ്ങളിൽ നമ്മൾ ഗുണ്ടകളാകരുത്. ഹലോ ഭാര്യമാരെ, ഗുണ്ടകളാകരുത്. അപ്പന്മാരെ, ഗുണ്ടകളാകരുത്. മനസ്സിലാവണ്ട? ഗുണ്ടകളാകരുത്. ഞാൻ ഇവിടെ വരക്കും, എടീ നീ ഇവിടെ തന്നെ വന്ന് നിൽക്കണമെന്ന് പറയരുത്. എടാ നീ ഇവിടെ തന്നെ വന്ന് നിൽക്കണമെന്നത്. ഞാൻ നോക്കുമ്പം പേടിച്ച് വിറക്കാണ്, കൊച്ചുങ്ങളും പേടിച്ച് വിറക്കാണ്, ഭാര്യ ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നോട് ബഹുമാനം കൊണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ടല്ല, പേടിച്ചിട്ടേ കാലം കൊണ്ട് മാന്തി ആ ടൈല് പൊട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. പേടിച്ചിട്ട് ഇയാൾ ഗുണ്ട, ഇടിയാണ്. ഒന്നും രണ്ടും പറഞ്ഞ് വീട്ടിൽ ഇടിയാണ്. അങ്ങനെ ഗുണ്ടകളാവരുത് നമ്മൾ. ഹലോ, വരച്ച വരയിൽ ഭർത്താവിനെയും ഭാര്യനെയും നിർത്തരുത്. അങ്ങനെ ചെയ്യരുത്. സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമാണ്. നമ്മളൊരാളെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആൽബർട്ടിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആൽബർട്ടിനെ തോന്നിവാസമല്ല,
ഇഷ്ടങ്ങൾ അനുസരിച്ച് അറിഞ്ഞ് അവന് സ്വാതന്ത്ര്യം കൊടുക്കണം. പള്ളിയിൽ പോകണം, ധ്യാനത്തിന് പോകണം. ഇവിടെ ഒത്തിരി പേരുണ്ട്, എന്നോട് 2-3 അമ്മച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ധ്യാനത്തിന് വിടൂല, അയാൾ ഗുണ്ടയാണ്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടിയിട്ടു, പ്രാർത്ഥിക്കാനാണ് പോകണമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അയാളുടെ സ്വഭാവം ഭയങ്കര മുരടൻ. എന്ത് ജീവിതമല്ലേ. അങ്ങനെ നരയിച്ചൊക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. നല്ല ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ ഭാഗ്യം. ഗുണ്ടകളല്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. സ്വസ്ഥതയുണ്ട്, സമാധാനം ഉണ്ടെങ്കിൽ ഈ പ്രഷർ കുക്കറിൽ ജീവിക്കുന്നവനെ ജീവിക്കരുത്. നരക ജീവിതമാണത്. നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി യു ആർ ആക്ടിങ് അഗെയിൻസ്റ്റ് ദ വെരി പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ കെട്ടിച്ചൊക്കെ വിടുമ്പോൾ, പ്രത്യേകിച്ച് ഈ മക്കളെയൊക്കെ കെട്ടിച്ച് വിടുമ്പോൾ ഒന്ന് അന്വേഷിക്കണം. നാട്ടിൽ അവൻ മുങ്കോപിയാണോ, അവൻ ഡീസൻ്റ് കുടിയനാണോ, അവൻ പെണ്ണ് പിടിയനാണോ എന്നൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് കൊച്ചുങ്ങളെ വെച്ചൊന്ന് റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. അപ്പോൾ കലഹത്തിൻ്റെ രൂപി. പിന്നെ എന്തിൻ്റെ കരൂപിയ? കലഹം, സ്വാർത്ഥത, സംശയം, കോപം, അഹങ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അവർ രണ്ടുപേരും കൂടി വന്നിട്ട് പേടിച്ച് അപ്പനും മക്കളൊക്കെ, ഭാര്യയും മക്കളൊക്കെ ഇരിക്കും. ഗുണ്ടയുടെ മക്കൾ, ഗുണ്ടയുടെ കുടുംബം നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്ന് ആരും ഉപദ്രവിക്കരുത് കേട്ടോ. ചില അപ്പച്ചന്മാരുണ്ട്, പെണ്ണിന് അടിക്കും പിടിച്ച്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഈ കുടിച്ച് വന്നിട്ടൊക്കെ ഈ പെണ്ണുങ്ങളെയൊക്കെ ഇടിക്കും. ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നതെന്നറിയാമോ, മുഖത്ത് മാസ്ക് ഇട്ട് വന്നേക്കാണ്, നമുക്ക് ഇടിച്ച് നീര് വന്നേക്കാണ്, ചുണ്ടൊക്കെ ഇടിച്ചിട്ട് ചോര വന്നിട്ട് വന്നേക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ഇടി കൊണ്ടിട്ടാണ്. പോലീസിനെ വിളിക്കണമെന്ന് ചോദിച്ചു. ഇത് ഞാൻ താഴെ വീണതാണ്, താഴെ വീണ് മുഖം അടിച്ച് വീണതാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, വേറെ എവിടെയും ചതവൊന്നുമില്ലല്ലോ, മുഖത്ത് മാത്രം എങ്ങനെയാണ് ചതവ് വന്നത്, ഇത് ഇടിച്ചതല്ലേടോ എന്ന് പറഞ്ഞു. ഇടിച്ചതല്ല, വീണതാണ്. പാവം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയി ഇടിച്ചെന്ന് വിചാരിച്ചോ, അത് കഴിയുമ്പോൾ 100 ഇരട്ടിയായിട്ട് വീണ്ടും തിരിച്ചിടും. ഇങ്ങനെ സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്നേ. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. ഭർത്താക്കന്മാരെ സ്ത്രീകളുടെ മേത്ത് കൈവച്ചിട്ടല്ല നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾ കൈ ഉയർത്തുന്നതിനേക്കാളും ശക്തി വേണം ക്ഷമിക്കാൻ. വായ തുറന്ന് വായ തുറന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ശക്തി വേണം സൗമ്യമായിട്ട് എളിമയോടെ ശാന്തതയോടെ സംസാരിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ? ക്ഷീണിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? നിങ്ങൾ ഒരു കുടുംബത്തിലെ കാര്യം അറിയുന്നുള്ളൂ. അച്ഛനെ കുറേ കുടുംബങ്ങളിലെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കണം. ഇനി കെട്ടാൻ പോകുന്ന ചെക്കന്മാരും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മൾ കൂടെയുള്ളവരെ, നമുക്ക് ആകപ്പാടെ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന അന്ന, കൂടെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമാധാനമാണ്. അത് കൊടുക്കണം. അമ്മയ്ക്ക് സമാധാനം കൊടുക്കണം, ആൽബർട്ടിന് സമാധാനം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ജഡത്തിൻ്റെ അരൂപിയുണ്ട്. ജഡം കുടുംബത്തിൽ വരുന്ന മറ്റൊരു അരൂപിയാണ് ജഡം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് കുടുംബത്തിൽ ഭാര്യ ഒരു സമാധാനം തന്നില്ല. ഇങ്ങോട്ട് വാ. കുടുംബത്തിൽ ഭാര്യ ഒരു സമാധാനം തന്നില്ല. ഗുണ്ടയാണെന്ന് വിചാരിച്ചോ, ഭാര്യ ഗുണ്ട, അല്ലെങ്കിൽ ഭർത്താവ് ഗുണ്ട. അങ്ങനെ ഒരു സ്വൈര്യം തരാത്ത ഭർത്താവും ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുമോ? പിശാജ്. ഇവനാണിപ്പോൾ ഭർത്താവ്, ഇവനാണിപ്പോൾ ഭാര്യ എന്ന് വിചാരിച്ചോ. ഞാനാണ് പിശാജ് എന്ന് പറയുമ്പോൾ പിശാജ് വരും. ജഡത്തിൻ്റെ അരൂപിയാണ് ഞാനെന്ന് വിചാരിച്ചു, ഞാൻ വരും. ഓഫീസിലെ ചേച്ചി സൂപ്പറാട്ടോ, സ്വൈര്യം തരും കേട്ടോ. കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി സൂപ്പറാട്ടോ, സ്വൈര്യം തരും കേട്ടോ. ഇതാണ് ജഡത്തിൻ്റെ അരൂപി ചെയ്യുക. അതായത് എനിക്ക് കുടുംബത്തിൽ സന്തോഷം കിട്ടണില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും? പിശാച് പറയുകയാണ്, നീ കുടുംബത്തിൽ സ്വൈര്യമില്ലല്ലോ നിനക്ക്, നുണ പറയാണേ. അവൻ ഈ തലക്കാത്ത മുഴുവൻ നുണ പറയാണ്. കുടുംബത്തിൽ സ്വൈര്യമില്ലല്ലോ, ഒരു സമാധാനമില്ല, പുറത്ത് പോവാം, ഇനിയിപ്പോൾ എന്താന്നേ, എല്ലാവരും ചെയ്യുന്നല്ലേ ഇതൊക്കെ, വാവ് വാട്ട് എ ലൈഫ്, നിനക്കൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ നുണ പറയും. ഈ ചക്കൻ ഓഫീസിൽ ചെല്ലുമ്പോൾ സുന്ദരിയായ ഒരു അമ്മാമ്മ, മനസ്സിലായോ? അങ്ങനെ ഈ അമ്മാമ്മയ്ക്ക് മെസ്സേജ് അയക്കും, ഹൗ ആർ യു, വെൻ ആർ യു, ഹൗ ആർ യു കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അമ്മാമ്മയാണെങ്കിൽ ഇതുപോലെ തന്നെ വിഷമിച്ച് നിൽക്കുമായിരിക്കും. മനസ്സിലായോ? അപ്പം ഇവർ തമ്മിൽ അടുക്കും. ഇങ്ങനെയാണ് ഈ ജഡത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നത്. ജഡത്തിൻ്റെ അരൂപി
ഒരു വ്യക്തിയെ അങ്ങനെ ഈ ബന്ധം അവസാനിപ്പിച്ച് ഈ കുടുംബജീവിതത്തിൽ നിൽക്കുമായിരിക്കാം. ഇങ്ങനെ കുടുംബജീവിതത്തിൽ നിൽക്കുമ്പോൾ തന്നെ സ്നേഹം വാരി വിതറുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ ഈ ശരീരം ബന്ധപ്പെടും, ഈ മനസ്സ് ബന്ധപ്പെടും, ആത്മാവ് ബന്ധപ്പെടും. അങ്ങനെ പിശാച് ഈ ജഡത്തിൻ്റെ ആസക്തികളിലൂടെ ഈ കുടുംബത്തെയും ഈ ജീവിതത്തെയും നശിപ്പിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നത്തെക്കാളും കൂടുതലാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ബന്ധനങ്ങൾ. കുടുംബത്തിൽ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ആസക്തികളിൽ മുഴുകി ജീവിക്കുക എന്നുള്ളതല്ല, വ്യഭിചാരത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല, അശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതല്ല. നീ അൾത്താരയുടെ മുന്നിൽ വെച്ച് നീ നിൻ്റെ ഭാര്യയുമായി ഒന്നായതാണ്. നീ ചെല്ലേണ്ടത് പിന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ്. ഇപ്പം ഞാൻ ദൈവമാണെങ്കിൽ എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, വേണ്ട, എനിക്കവരാരെയും വേണ്ട. ഉണ്ണിമോളെ, എനിക്കവരാരെയും വേണ്ട. എനിക്ക് വേണ്ടത് ആരെയാ? എനിക്ക് വേണ്ടത് ഈശോനെയാണത്. എനിക്ക് വേണ്ടത് ഈശോനെയാണ്. എനിക്ക് എന്തിനാണ് ഈ മരിച്ചു പോകുന്ന മനുഷ്യരുടെ സ്നേഹം? വാ, ഇനി ഞാൻ ഈ സ്നേഹത്തിൽ വന്നു ചേട്ടായി അമ്മമ്മയായിട്ട് പ്രണയത്തിലായി. ഇപ്പം ആര് കാണുന്നുണ്ട്? ഞാനാണ് പിശാച്. ഞാൻ ആശാൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശാൻ നല്ല ഉഴപ്പ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉഷാർ ജീവിതമാണ്. മെസ്സേജ് ചെയ്യുന്നു, വിളിക്കുന്നു, കോൾ ചെയ്യുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൂ നല്ല സുഖസുന്ദരമായ ജീവിതം. കുറേ നാൾ കഴിയുമ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ ചേട്ടായി രഹസ്യമായി ചെയ്യുന്നതൊക്കെ ഞാൻ പുറത്തിറക്കും. അത് ഞാൻ പറയും, ഓ സൂപ്പർ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ. ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ ഇല്ലാത്ത ആരാ ഉള്ളത്? ഒരു മെസ്സേജ്, ഒരു അവിഹിതമൊക്കെ ഓക്കെയാണ്, നോർമലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരും പറ്റിക്കും. അവസാനം ഞാൻ പുറത്തു വരും. ഇതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും. മെസ്സേജ് പുറത്തു വരും, ഭാര്യ ഇതറിയും, ഭാര്യയുടെ മാതാപിതാക്കൾ ഇതറിയും, നാട് മുഴുവനും അറിയും. നാണം കെടും. ഞാനവൻ്റെ തൊലി ഉരിയും, നശിപ്പിക്കുവനെ, എല്ലാം കൊണ്ട് ഇവനെ നശിപ്പിക്കും. ഇവൻ്റെ കുഴി കാണാതെ ഞാൻ വിടൂലുമില്ല. പിന്നെ പിശാചിൻ്റെ ഒരു തന്ത്രം ഇതാണ്, പാപം ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പാപം ചെയ്ത് കഴിയുമ്പോൾ നീ എന്തിനാടാ ചെയ്തത്, നീ നശിഞ്ഞു, നീ തീർന്നു, എന്നിങ്ങനെ ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നശിപ്പിക്കും. എത്ര കുടുംബങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്തൊക്കെ അരൂപികളാണ്? 1 കലഹത്തിൻ്റെ രൂപി, 2 സ്വാർത്ഥതയുടെ രൂപി, 3 സംശയത്തിൻ്റെ രൂപി. എന്തൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് മാറണോട്ടോ, കർത്താവ് പ്രവർത്തിച്ചാലേ നടക്കുള്ളൂ. സംശയത്തിൻ്റെ രൂപി വന്നാൽ നമ്മുടെ കുടുംബജീവിതം നശിഞ്ഞു പോകും. കലഹത്തിൻ്റെ രൂപി, പിന്നെ സ്വാർത്ഥതയുടെ രൂപി, സംശയം, കോപം, അഹങ്കാരം, പിന്നെ ജഡത്തിൻ്റെ രൂപി. പഞ്ചരൂപികളെക്കുറിച്ച് പറഞ്ഞു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ഫിലിപ്പി 2:3. ഒന്നേറ്റ് പറഞ്ഞേ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ, ഒന്നും കൂടി കേട്ടോ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണം. ആൽബർട്ട് അന്നയെ ശ്രേഷ്ഠയായി കരുതണം, അന്ന ആൽബർട്ടിനെ ശ്രേഷ്ഠയായി കരുതണം. ഒരിക്കലും പറയരുത് ഞാനാണ് വലുത്. കാരണം അത് കർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവനെ വി ഹാവ് ടു ട്രീറ്റ്. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, മറ്റവൻ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ എന്നേക്കാളും മുകളിൽ, എന്നേക്കാളും നല്ലവളാണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കാണാനും സ്വീകരിക്കാനും കഴിയുമ്പോൾ ജീവിതം സുഗമമാകും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പാപത്തെ വെറുത്തുപേക്ഷിച്ചാലല്ലാതെ ദൈവകൃപ നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. പാപത്തെ വെറുത്തുപേക്ഷിക്കണം. എൻ്റെ സ്വാർത്ഥതയെ, എൻ്റെ അഹങ്കാരത്തെ, എൻ്റെ ജഡമോഹങ്ങളെ, എൻ്റെ സംശയത്തെ എല്ലാം ഞാൻ വെറുത്തുപേക്ഷിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ എളിമപ്പെടുന്ന നമ്മുടെ മനസ്സങ്ങളിലേക്ക് കടന്നു വരിക. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തി 6:4 എഴുതി വെച്ചോ. പിശാചിനെക്കുറിച്ച് പറയുന്ന വചനമാണ് 1 തിമോത്തി 6:4. എല്ലാവരും ഒന്ന് അച്ഛനെ നോക്കി അഭിഷേകത്തോടെ ഏറ്റുപറഞ്ഞ്, അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാക്കുന്നു. എൻ്റെ അഹങ്കാരി അവൻ എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും, ഒന്നിനും സമ്മതിക്കത്തില്ല. അവൻ്റെ വായിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അഹങ്കാരം വെടിയണം, എളിമപ്പെടാതെ കുടുംബജീവിതം ഒരിക്കലും മുന്നോട്ട് പോവില്ല. നമ്മൾ മാലാഖമാരൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചേക്കണത്, മനുഷ്യരെയാണ്, മരിച്ചു പോകുന്ന മണ്ണ് മാത്രമായ മനുഷ്യരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പരസ്പരം പ്രാർത്ഥിച്ച് എളിമയോടെ പരസ്പരം പൊറുത്തും ക്ഷമിച്ചും വിധേയപ്പെട്ടും യഥാർത്ഥത്തിൽ മത്സരിക്കണം. എന്തിനു മത്സരിക്കണം? എളിമപ്പെടാൻ മത്സരിക്കണം. അഹങ്കാരിക്കാനല്ല, എൻ്റെ ഭാര്യയുടെ മുകളിൽ എന്നെ വെക്കാനല്ല, ഭർത്താവിൻ്റെ മുന്നിൽ എന്നെ വയ്ക്കാനല്ല, മറിച്ച് എളിമപ്പെടാൻ മത്സരിക്കണം. മോളെ ഞാൻ പാത്രം കഴുകി തരട്ടെ? ഭർത്താവ് പറയും വേണ്ട ഞാൻ പാത്രം കഴുകാം. ഞാൻ ക്ലീൻ ചെയ്യട്ടെ? വേണ്ട ഞാൻ ക്ലീൻ ചെയ്ത് തരാം. അലക്കട്ടെ? ഞാൻ അലക്കാം. അങ്ങനെ ഒരു എന്താ വേണ്ട, എളിമപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടാവണം. എൻ്റെ അപ്പം പറയും എപ്പോഴും പറയും, പണ്ടത്തെ പോലെയൊന്നും അല്ല മക്കളെ, ഇപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് സഹിക്കാനൊരു മനസ്സില്ലെന്നാണ് പറയും. ഡിവോഴ്സ് റേറ്റുകൾ നോക്കിയാൽ കേരളത്തിൽ എന്തോരം, 1-2 പറഞ്ഞ് ഇഷ്ടപ്പെടായി വന്ന ഡിവോഴ്സ്, 1-2 പറഞ്ഞ് ഡിവോഴ്സ്. അവളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, ഡിവോഴ്സ്. അവൾ ഇതായിപ്പോയി, ഡിവോഴ്സ്. അവന് ജോലിയില്ല, ഡിവോഴ്സ്. അവൻ ചൂടനാണ്, ഡിവോഴ്സ്. അവൻ അങ്ങനെയാണ്, ഡിവോഴ്സ്. ഇവൾ ഇങ്ങനെയാണ്, ഡിവോഴ്സ്. ഡിവോഴ്സ് പെരുകി. ഇപ്പോൾ കേരളം നശിഞ്ഞു. സാക്ഷര കേരളമാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സ്ഥലമാണ്. ഈ വിദ്യാഭ്യാസം കൂടുമ്പോൾ ചില സമയത്ത് അഹങ്കാരവും കൂടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എഴുതി വെച്ചേ, കെണികൾ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേ. കെണികളാട്ടോ വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കെണികളാണ്. ഒന്നാമത്തേത്, വിവാഹം കഴിക്കാൻ പോകുന്നവരോട് അച്ഛൻ പറയുകയാണ്. വിവാഹം കഴിക്കാൻ പോകുന്നവരോട് ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കാൻ പോകുന്നവരെ സാത്താൻ ഒരുക്കുന്ന ഒരു കെണിയാണ്. ഇങ്ങോട്ട് വാ, നീ മാറ്റിപ്പിടിക്കാം, വാ, നീയും വാ. എൻ്റെ ഇടവകയിലെ കൊച്ചുങ്ങളാണ്, കുഴപ്പമില്ല, തിരിഞ്ഞേക്ക്. ഇത് ചെക്കൻ, ഇത് പെണ്ണ്, ഇത് ചെക്കൻ, ഇത് പെണ്ണ്. ഇവർ പ്രണയത്തിലാണെന്ന് വിചാരിച്ചോ? പ്രണയത്തിലാണ്. അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് കണ്ണും മൂക്കും ഇല്ല, തല മാത്രമേ ഉള്ളൂ. വിശാലം മരം ചുറ്റി പ്രണയിക്കുന്നു, ഫോൺ വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു, ആടുന്നു, പാടുന്നു. കണ്ണില്ല, കാതില്ല, എന്തും തയ്യാറാണ്. അതല്ല കാമുകനും ഭ്രാന്തനും ഒരേപോലെയാണെന്ന് പറയുന്നത്. എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ചേട്ടൻ മനസ്സിലാക്കുകയാണ്, അല്ലേ വേണ്ട നീ ഇവിടെ നിൽക്ക്, നീ പേടിക്കല്ലേ, ഞാൻ പാവമാണ് ഉറങ്ങുന്ന സമയത്ത്, ഇവിടെ നിൽക്ക്. അതായത് മനസ്സിലാക്കുകയാണ്, പെണ്ണ് മനസ്സിലാക്കുകയാണ് ചക്കൻ കുടിയനാണ്. പെണ്ണ് മനസ്സിലാക്കുകയാണ്, പ്രണയിക്കുന്ന സമയത്ത് മനസ്സിലാക്കുകയാണ് ചക്കൻ കുടിയനാണ്. പ്രണയിക്കുന്ന സമയത്ത് ചക്കൻ മനസ്സിലാക്കുകയാണ്, പെണ്ണ് മനസ്സിലാക്കുകയാണ് ചക്കൻ കഞ്ചാവാന്ന്. പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെണ്ണ് മനസ്സിലാക്കുകയാണ് ചക്കൻ കോഴിയാന്ന്. കോഴിയാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വാരി വിതറി കൊടുക്കും, തൂവല് വാരി വിതറി, നാട് മുഴുവനും പ്രണയവും കുൽസിത പ്രവർത്തികളൊക്കെ ആയിട്ടൊക്കെ ചക്കനാന്ന്. പക്ഷെ ഇവർ തമ്മിൽ പ്രത്യേകത എന്താ? ഇവർ തമ്മിൽ സ്നേഹമാണ്, പ്രണയമാണ്. പ്രണയിക്കുമ്പോൾ എന്തില്ല? കണ്ണില്ല, കാതില്ല, ഒന്നുമില്ല, അന്ധമായ സ്നേഹമാണ്. അപ്പോൾ പിശാച് പറയാൻ പോകുന്ന നുണയാട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. പിശാച് ഇവരോട് പറയാൻ പോകുന്ന നുണയാണ്. നിനക്ക് ഹലോ കുഴപ്പമൊന്നുമില്ല,
കല്യാണം കഴിയുമ്പോൾ ശരിയാവും. ഹലോ, കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിയുമ്പോൾ കുൽസിത പ്രവൃത്തികളൊക്കെ മാറും. നിൻ്റെ സ്നേഹം കൊണ്ട് ശരിയാക്കാൻ പറ്റും. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, എന്നത്തെ കാലഘട്ടത്തിലും പിശാച് ചെയ്യുന്ന നുണ. പോയിരുന്നോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കുടിയനെയും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റിമറിക്കാമെന്ന് വിചാരിക്കരുത്. പിശാച് പറയുന്ന നുണയാണ്. നശിക്കുന്ന നിൻ്റെ ജീവിതം. റിസ്ക് എടുക്കരുത്. ഒരു കോഴീനെ നീ കെട്ടിയേക്കരുത്. മനസ്സിലാവുണ്ടോ? ഒരു കോഴീനെയും കെട്ടിയേക്കരുത്. അവൻ 5-6 റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നീ മനസ്സിലായ അപ്പോൾ ഓടിക്കോളണം. എടി, നിന്നോടും പറയാണ്, ഒരു കോഴീനെയും ഒരു കുടിയനെയും ഒരു കഞ്ചാവ് വലിക്കുന്ന ചെക്കനായിരിക്കാം. എൻ്റെ സ്നേഹം കൊണ്ട് ചേട്ടായിയുടെ കഞ്ചാവ് വലി ഞാൻ മാറ്റുമെന്ന് പറഞ്ഞേക്കരുത്. ഒന്നും നടക്കില്ല. അവനും നശിക്കും, നീയും നശിക്കും. നിൻ്റെ ജീവിതം വെച്ച് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? പന്താടരുത്. ഇന്ന് നമ്മുടെ യുവജനങ്ങളിലോട് പിശാച് പറയുന്ന, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെ പിശാച് പറയുന്ന ഒന്നാമത്തെ നുണയാണ്, കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇവിടെ ഈ കൂട്ടത്തിലുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ശരിയായോ? പ്രണയിച്ച് കല്യാണം കഴിച്ചവരെ പറ, കല്യാണം കഴിഞ്ഞിട്ട് ശരിയായോ? ഇല്ല. നിങ്ങളുടെ ജീവിതം ഇരുട്ടിലായി എന്നല്ലാതെ, നിങ്ങൾ ഡിവോഴ്സിലോട്ട് പോയി എന്നല്ലാതെ ശരിയായോ? പട്ടിയുടെ വാല് ചിലപ്പോൾ നേരെയാവും, പക്ഷെ മനുഷ്യനെ നമുക്ക് നേരെ ആകണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. ജീവിതം നശിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. ആരെയും വെച്ച് നിങ്ങൾ റിസ്ക് എടുക്കരുത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കെണിയാണ്, അത് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചോ. ഒന്നാമത്തേത് എന്തായിരുന്നു? ഇപ്പം ഞാൻ പറഞ്ഞെന്തായിരുന്നു? എന്താണ്? വിവാഹത്തിന് ശേഷം മാറ്റിയെടുക്കാമെന്ന മിഥ്യാധാരണ. എഴുതി വയ്ക്കുക. വിവാഹത്തിന് ശേഷം മാറ്റിയെടുക്കാം എന്ന മിഥ്യാധാരണ, മിഥ്യാചിന്ത. പിന്നെ അല്ലെങ്കിൽ അത്രയും വിശ്വാസം വേണം. ചെക്കനും പെണ്ണിനും പ്രാർത്ഥനാ ജീവിതമൊക്കെ അത്രയും വിശ്വാസം വേണം. നിൻ്റെ ജീവിതം വെച്ചൊരിക്കലും റിസ്ക് എടുത്തേക്കരുത്. രണ്ടാമത്തേതാണ്, വ്യഭിചാരം നടത്താൻ പ്രേരിപ്പിക്കും. സാത്താൻ്റെ കെണിയാണ്, വ്യഭിചാരം നടത്താൻ പ്രേരിപ്പിക്കും. മൂന്നാമത്തേത് ഗർഭചിത്രം. കേട്ടോ, കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഗർഭചിത്രങ്ങൾ നടത്തരുത്. ദാറ്റ് ഈസ് വെരി എഗെയിൻസ്റ്റ് ദ വെരി ടീച്ചിങ്സ് ഓഫ് ചർച്ച്. ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ, സഭയുടെ നിയമത്തിനെതിരെയുള്ള വലിയ പാപമാണ് എന്ത്? ഗർഭചിത്രം എന്ന് പറയുന്നത്. വാ ഇങ്ങോട്ട് വാ. അതായത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പെണ്ണ് ഗർഭിണിയാവും. അപ്പോൾ ചെക്കൻ പറയും, അയ്യോ പെട്ടെന്നായി പോയല്ലോ എന്ന് പറയും. പെട്ടെന്നായി പോയല്ലോ, അയ്യോ നമ്മളൊന്ന് ആസ്വദിച്ച് വരുന്നേ ഉണ്ടായുള്ളൂ, 2-3 മാസമല്ലേ ആയുള്ളൂ, 4 മാസമല്ലേ ആയുള്ളൂ. അബോട്ട്, കൊന്നുകളാ. കൊച്ചിനെ കൊണ്ടുപോവാണ്, കൊന്നുകളയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞ ഞാൻ ഓർക്കാണ്, ഈ പൈപ്പില്ലെന്ന് പറയുന്നത് മിഠായി മേടിക്കണ പോലെയാണ്. ഐപ്പില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് കുഞ്ഞുങ്ങൾ അലസിപ്പിച്ച് കളയാനുള്ള മരുന്നാണ്. അതിപ്പോൾ ആളുകൾക്ക് കൺസ്യൂം ചെയ്യുന്നത് ഒരുപാട് പെരുകി കഴിഞ്ഞു. ഒരു മരണസംസ്കാരം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ പറയുന്ന രണ്ടാമത്തെ നുണ, അബോട്ട് ചെയ്ത് കളയാം, പനിപ്പം എന്നാ പെട്ടെന്നായിപ്പോയില്ല, കൊന്നു കളയാം, എന്താണ് ഇത്, സുഖമായിട്ട് ജീവിക്കണ്ടേ. പിന്നെ പറയും, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് കുട്ടിയായി എന്ന് വിചാരിച്ചോ. പിശാച് വന്നിട്ട് പറയും, ജോലി വല്ലതും ശരിയായിട്ടുണ്ടോ? ഇല്ല, ശരിയായിട്ടില്ല, കൊന്നുകളാ. ജോലി വല്ലതും ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടില്ല, കൊന്നുകളാ. അതിനിപ്പോൾ എന്താ? ജോലി ശരിയായാൽ കൊച്ചിനെ വളർത്താം, ജോലി ശരിയായില്ലെങ്കിൽ കൊച്ചിനെ വളർത്തൂല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബോർഷൻ പാപമാണ്. ശ്രദ്ധിച്ച് കേട്ടോ, അബോർഷൻ ചെയ്താൽ മരണം വരെ നിങ്ങൾ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം. അണ്ടർലൈൻ, മരണം വരെ. കാരണം അബോർഷൻ നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവത്തിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. ദൈവത്തിൻ്റെ പ്രതികാരത്തിനായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന പാപങ്ങളിലൊന്നാണ് അബോർഷൻ. ദൈവം നിങ്ങളോട് പ്രതികാരം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഒരു ഗതിയും പരഗതിയും കുടുംബത്തിലുണ്ടാവില്ല. എത്ര പ്രാർത്ഥിച്ചാലും അടഞ്ഞതുപോലെ തോന്നും. ഒരു സമാധാനവും ജീവിതത്തിലുണ്ടാവില്ല. ഒരിക്കലും കുഞ്ഞിനെ കൊന്നുകളയരുത്. ഇപ്പം ഞാൻ ഈ ഭൂമിയിലേക്ക് വരിക എന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു ധ്യാനഗുരുവായിട്ട് മാറുക, വചനം പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ അബോർട്ട് ചെയ്ത് കൊന്നു കളയുവാണെന്ന് വിചാരിച്ചോ, then you are acting, they were acting against the very plan of God. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ ദൈവം ആ മനുഷ്യർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും വേദനിക്കും. അവൻ നിങ്ങളോട് ചോദിക്കും,
അബോർഷൻ നടത്തരുത്, ഒരിക്കലും ചെയ്യരുത്. ചെറുപ്പക്കാരോട് അച്ഛൻ പറയാണ്, ഒരിക്കലും ചെയ്യരുത്. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപമാണ്. പിന്നെ കല്യാണം കഴിയുമ്പോൾ ഇവർ പറയും ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങൾ, ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങൾ. അങ്ങനെ മതിയോ? ഹലോ, അങ്ങനെ മതിയോ? 5-6 വർഷം കഴിഞ്ഞ് ചേട്ടൻ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴേ കുഞ്ഞുങ്ങളുണ്ടാവില്ല. ദൈവം ഒരു സമയം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, ദൈവം ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. ആ സമയം കഴിഞ്ഞ് നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച കുഞ്ഞുങ്ങളുണ്ടാവില്ല. പിന്നെ ചില ആളുകളുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ ഡോക്ടർമാരാ തീരുമാനിക്കുന്നത്, നിർത്താട്ടോ, മതി, മതിയില്ലേ, നിർത്താം, കുഴലും മടക്കി കൂട്ടി അങ്ങ് വയ്ക്കും, നിർത്താം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് ഓരോ കുഞ്ഞുങ്ങളെയും നൽകുന്നത്. ഡോക്ടർമാർ അതിൽ വിധിയാളന്മാരാകാൻ പാടില്ല, അച്ഛന്മാർ അതിൽ വിധിയാളന്മാരാകാൻ പാടില്ല. ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ല നിർത്തിക്കോ, ഭാര്യ ഭർത്താവിനോട് പറയാൻ പാടില്ല നിർത്തിക്കോ, അങ്ങനെ പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.